CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ക്ഷേത്ര ഫണ്ട് ക്ഷേത്രത്തിന്റെ വികസനത്തിനും നാടിന്റെ നന്മയ്ക്കുമായി വിനിയോഗിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂർ തെക്കേനടയിൽ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നിർമ്മിച്ച അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള സ്റ്റേജിന്റെ സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗുരുവായൂരിലെ 2 വ്യാപാര സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസം നടന്ന മോഷണത്തിന് പിന്നിൽ 18 വയസ്സിന് താഴെയുള്ള കൗമാരക്കാർ. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെ ഗുരുവായൂർ പോലീസ് 24 മണിക്കൂറിനകം പ്രതികളെ കണ്ടെത്തി. പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമത്തിനൊരുങ്ങി ശ്രീകൃഷ്ണ കലാലയം. ഹൃദയത്തിൽ ശ്രീകൃഷ്ണ 2.0 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമം അവിസ്മരണീയമാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നടക്കുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ കോളേജ് സ്ഥാപിതമായ 1964 മുതൽ 2026 വരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ് ഒത്തുചേരുക. എരുമപ്പെട്ടി പാത്രമംഗലത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. വെട്ടുകാട് സ്വദേശി 30 വയസ്സുള്ള രാഗിലിനാണ് പരിക്കേറ്റത്. കേരളത്തിന്റെ ആരോഗ്യരംഗം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഉദാരമതികളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും സഹകരണം അനിവാര്യമാണെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വേലൂർ കുറുമാലിൽ ആരംഭിച്ച 2ാമത് സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്കൂളുകൾക്കും കേരംസ് ബോർഡ് വിതരണം ചെയ്യുന്ന പദ്ധതി സ്ട്രൈക്ക് ആൻഡ് സ്കോറിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിച്ചു. സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള സംഘടിപ്പിക്കുന്ന സ്പോർട്ടിസ് എബിലിറ്റി ഫുട്ബോൾ മേളയ്ക്ക് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന 3 ദിവസം നീണ്ടുനിൽക്കുന്ന ഓണച്ചന്ത ആഗസ്റ്റ് 18-ന് ആരംഭിക്കും. ഇതിനു മുന്നോടിയായി ചേർന്ന സംഘാടക സമിതി യോഗം പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. അക്കിക്കാവ് റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. റെയ്സ് 2026 എന്ന പേരിൽ നടന്ന ചടങ്ങ് സിഡിറ്റ് ഡയറക്ടർ ഡോക്ടർ എം അബ്ദുൾ റഹിമാൻ ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം ആരംഭിച്ചു. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയുടെ 102ാം സ്ഥാപന തിരുനാളിന് കൊടിയേറി. ഓഗസ്റ്റ് 14, 15 തീയതികളിലാണ് ഇടവക ദേവാലയത്തിന്റെ സ്ഥാപന തിരുനാൾ ആഘോഷിക്കുന്നത്. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച PA മാധവൻ അനുസ്മരണം KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് നേതാവായിരുന്ന EP കമറുദ്ദീന്റെ പേരിൽ ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ എക്സലൻസ് അവാർഡ് വിതരണവും അനുമോദന സദസ്സും നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.